ഇത് ഈ ഐസ്ക്രീം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. കാരണം അതിനകത്ത് ഷുഗർ ഇല്ല, ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊന്നുമില്ല. 100% ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ മാംഗോ ഐസ്ക്രീമാണിത്. ഇതിനായിട്ടൊരു ബൗളിലേക്ക് 1 പിടി കാഷ്യൂ നട്ട്സും 1 പിടി ബദാമും 1 കപ്പ് ഓട്സും, നിങ്ങളുടെ കയ്യിൽ മഖാന അവൈലബിൾ ആണെങ്കിൽ ഓട്സിന് പകരം അത് ചേർത്താലും മതി. 7-8 ഡേറ്റ്സ് കുരു കളഞ്ഞതും. നമ്മൾ ഇതിൽ ഷുഗർ ഒന്നും ചേർക്കാത്തതുകൊണ്ട് സ്വീറ്റ്നെസ്സിനായിട്ടാണ് നമ്മൾ ഡേറ്റ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനെ ലെവൽ ചെയ്യുന്ന രീതിയിൽ പാലൊഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നിങ്ങൾ വീഗൻ ആണെങ്കിൽ പാലിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്കോ കോക്കനട്ട് മിൽക്കോ ഉപയോഗിക്കാം. 2-3 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാംഗോസ് ആണ്. നല്ല പൾപ്പി ആയിട്ടുള്ള മാംഗോസ് വേണം എടുക്കാനായിട്ട്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കിങ് ഓഫ് മാംഗോസ് എന്നറിയപ്പെടുന്ന കേസറാണ്. ഇത് നല്ല പൾപ്പിയുമാണ്, നല്ല ഫ്ലേവർഫുള്ളുമാണ്, ഒപ്പം നല്ല സ്വീറ്റുമാണ്. 2 മാംഗോസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കാം നമുക്ക്. ഇപ്പോൾ ഇത് നമ്മുടെ മാംഗോ പൂരി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതായത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഓട്സും നട്ട്സും ഒക്കെ നന്നായി സോക്കായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ലൊരു സിൽക്കി സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരല്പം പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ഓട്സിൻ്റെ പേസ്റ്റ് റെഡിയായി. ഇതേ കൺസിസ്റ്റൻസിയിലിരിക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോ പൂരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത ശേഷം ഒരു ബട്ടർ പേപ്പറോ ഫോയിൽ പേപ്പറോ അല്ലെ ക്ലിംഗ് റാപ്പ് കൊണ്ടോ എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് എയർ കയറാത്ത വിധം അതിൽ പറ്റിച്ച് നമുക്ക് കവർ ചെയ്യണം. ഇനി ഇതിനെ നമുക്ക് ഫ്രീസറിൽ വെച്ച് 2-3 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വാങ്ങുന്ന ഐസ്ക്രീം പോലെ നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടി അതിനെ ഒരു 3 മണിക്കൂർ ഫ്രീസ് ചെയ്ത ശേഷം എടുത്ത് വീണ്ടും മിക്സിയിലിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അതിനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വീണ്ടും സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഞാൻ വീണ്ടും അടിച്ചതിനെ നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മാംഗോ പീസസ് കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് വീണ്ടും നന്നായിട്ട് ലെവൽ ചെയ്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് വീണ്ടും ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. ഇപ്രാവശ്യം ഇത് നമ്മൾ ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് നല്ല ഐസ്ക്രീം കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു 5 to 6 hours എങ്കിലും ഇത് ഫ്രീസ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ചൂടാക്കിയ സ്കൂപ്പ് വെച്ച് നല്ല സ്മൂത്തായിട്ട് സ്കൂപ്പ് ചെയ്തെടുത്ത ഐസ്ക്രീം നമുക്ക് എൻജോയ് ചെയ്യാം. ഇതേ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ കണ്ടോ, എത്ര സ്മൂത്ത് ആൻഡ് സിൽക്കിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ബൈറ്റ് ചെയ്യാനായിട്ട് മാംഗോ പീസസും ഉണ്ട്. വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീമിനേക്കാളും ടേസ്റ്റി ആയിരുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കി ഇഷ്ടം പോലെ കഴിക്കാം.